പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, കൈയുടെ പുറകുവശം ചുളിയുന്ന ഒരു ഇത് പലരും വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ നെക്കിന് ടൈറ്റ് കിട്ടുന്നില്ല, നെക്കിൻ്റെ ഭാഗത്ത് ലൂസ് വരുന്നു. അപ്പോൾ ഈ വക രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പരിഗണിക്കേണ്ടത് എങ്ങനെയാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് പരിഗണിക്കാൻ പറ്റും എങ്ങനെയാണ്. ആ രണ്ട് സംശയങ്ങൾ ഒത്തിരി കൂടുതൽ നിൽക്കുന്നു. തയ്ച്ചു കൊടുത്തവർക്കൊക്കെ കംപ്ലൈൻറ്റ് കാണിക്കുന്നു. അപ്പം റെയർ മെഷർമെൻ്റ് ആയിട്ടുള്ളവർക്ക് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അതൊന്ന് ഞങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു തരാമോ എന്ന് നമ്മുടെ സബ്സ്ക്രൈബർ കുറേ പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി റെയർ മെഷർമെൻറ്റ് വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെല്ലാം, പ്രധാനമായ രണ്ട് കാര്യങ്ങളും അതിലുപരിയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിലുപരി 36 സൈസിൻ്റെ ബ്ലൗസ് കട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് പരിഗണിക്കാം. തുടർന്ന് മൊത്തം ഈ വീഡിയോ കണ്ടാലേ ഉള്ളൂ ഇത് ഷോൾഡറിൻ്റെ ഭാഗത്തും കൈക്കുഴിയുടെ ഭാഗത്തൊക്കെ നമ്മൾ എത്രത്തോളം എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുന്നത് തന്നെ ഇങ്ങനെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കുന്നത് തന്നെ മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നു. തുമ്പ് കൊടുത്തിട്ട് ഈ വീഡിയോയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് 15.5 ഇഞ്ച് ഇറക്കമാണ്. ഈ 15.5 രണ്ടിടത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. 15.5 രണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കണം. വരയ്ക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ ഇതും കാണിച്ചേക്കല്ല. ഇങ്ങനെ നമ്മൾ വരച്ചതിന് ശേഷം നമ്മൾ 36ൻ്റെ 6 കണക്ക് കൂട്ടി 6 ഇഞ്ച് ഷോൾഡർ കൊടുക്കുന്നു. ഷോൾഡറിൽ ഒരു പ്രത്യേക കണക്ക് ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് പ്രത്യേകം നോക്കണം. 6 ഇഞ്ച് കൈക്കുഴി. ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ വരച്ച് ആദ്യമേ ക്ലിയർ ചെയ്യണം. ഇനി നമ്മൾ നെക്കിന് കൊടുക്കുന്ന വൈഡ് എന്ന് പറയുന്നത് 2.25 7.5 ഇഞ്ച് നെക്ക് നമ്മൾ താത്ത് വെട്ടുന്നുണ്ട്. അപ്പോൾ 7.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തയ്യൽ തുമ്പിൽ നിന്നും 7.25 ഇങ്ങനെ മാർക്ക് ചെയ്യണം. 2.25 നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യണം. ഇവിടെയും മാർക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ 36ൻ്റെ കൂടെ 4 കൂടെ ചേർത്ത് 40ൻ്റെ 4 10 ഇവിടെ മാർക്ക് ചെയ്തു. 30 ഇഞ്ചാണ് സീറ്റ് വണ്ണം. 7 4 ഇവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് ഇത് രണ്ടും നമ്മളിതാ ഇങ്ങനെ തന്നെ വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 1.25 ഇഞ്ച് ഇതാ ഇവിടെ തുമ്പ് കൊടുത്തു. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒന്ന് കൂട്ടേണ്ടി നമുക്ക് തുമ്പ് വേണം. ഇത്രയും വരച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാന കേസായിട്ട് ആലോചിക്കുന്നത്. കൈക്കുഴിയുടെ ഭാഗത്ത് ചുളിവുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൈക്കുഴി 6 എന്നുള്ളത് 3 മാർക്ക് ചെയ്യണം. 3 മാർക്ക് ചെയ്തിട്ട് നോർമലി ഇത് ഒന്നാളെ നോക്കണം. ഇവിടെ രണ്ടും എത്രയുണ്ട്? 4. ഈ 4ൻ്റെ പകുതി 2 കൂടെ കൊടുക്കണം. ഇത് 2 കൂടെ കൊടുത്തിട്ട് ഇവിടുന്ന് നോർമലി ഇങ്ങനെ വെട്ടാവുന്നു. ഒരു കാരണവശാലും ഇതിങ്ങോട്ട് അകത്തോട്ട് കയറിയും പോകില്ല, ഇത് പുറത്തോട്ടും കയറിപ്പോകരുത്. ഇത് രണ്ടും പ്രത്യേകം നോക്കണം. ഈ 3ൽ നിന്നും ഇതിൻ്റെ പകുതിയിലേക്ക് കൊള്ളിക്കണം. അതായത് ഇത് കൈക്കുഴി 6 ഇഞ്ച് താത്ത് കിട്ടും, അതിൻ്റെ പകുതിയും തുടങ്ങി ഈ ലൂസിൻ്റെ പകുതിയും നമ്മൾ രണ്ടും മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ മാർക്ക് കൊണ്ട് ഇവിടെ മുട്ടിക്കണം. അങ്ങനെ ഒരു എളുപ്പവഴി പറഞ്ഞു തരുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ കൂടുതൽ ഇങ്ങോട്ട് എടുത്താലും കൈക്കുഴി ചുളിയും, കൈയുടെ ഭാഗത്ത് ഇവിടെ നിന്ന് എടുത്താലും കൈക്കുഴി ചുളിയും. ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഷോൾഡർ നമ്മൾ ഷേപ്പ് കൊടുത്ത് വെട്ടുന്നു. നല്ല വൈഡിൽ തന്നെ ബാഗിനൊക്കെ വരച്ച് ഇങ്ങനെ വരണം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഈ പീസ് അങ്ങ് വെട്ടാം. വെട്ടിയിട്ട് വേണം ഇനി ഷോൾഡറിൻ്റെ കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്ക് ലൂസ് വരുമ്പോൾ ഷോൾഡറിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പരിഹാര മാർഗം കാണിച്ചു തരാം. മാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ആരും ഒരു മടി കാണിക്കല്, പ്രത്യേകം ചെയ്തോണം. നെക്ക് ലൂസ് വരുന്നു എന്ന് പറഞ്ഞ് പല കംപ്ലൈൻറ്റും പറയുന്നുണ്ട്, അത് നമ്മൾ പ്രത്യേകം നോക്കണം. അപ്പോൾ ഇങ്ങനെ ലൂസ് വരുന്നവർക്ക് നമ്മുടെ കൈയുടെ ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രീതി ഈ ബാക്ക് ബേസ് തന്നെ ഇട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം അത് നോക്കിക്കോണം. ബാക്ക് ബേസ് ഇട്ട് തന്നെ ഞാൻ കൈയുടെ ഒരു ഭാഗം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കൈ വെട്ടുമ്പോൾ ഈ ഒരു കൈയുടെ ഭാഗവും ഒരുപോലെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ, ഈ ചുളിവ് മാറ്റാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്ക് സൈഡ് നമുക്ക് ക്ലിയറായി. ഇനി നമ്മൾ ഇത് ഫ്രണ്ട് വെട്ടണം.
വെട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ തന്നെ തുണി തിരിച്ചിട്ടിട്ട് മാർക്ക് ചെയ്യുന്നത് ഒന്നും കൂടെ ഒന്ന് നോക്കി വേണം. ഇങ്ങനെ ഇട്ട് മാർക്ക് ചെയ്താൽ നമുക്ക് തുണി കുറച്ച് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. അതിനിപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് മാർക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നുവെന്ന്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഇങ്ങോട്ടും തുണി ലാഭം കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ 1.5 ഇഞ്ച് നമ്മളിവിടെ ഇത് കൊടുക്കുന്നു. 1.5 ഇഞ്ച് ഇതിൽ നിന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓരോരുത്തർ സംശയം ചോദിച്ചായിരുന്നു, ഈ ഭാഗത്തു നിന്നാണോ 1.5 കൊടുക്കുന്നത് അതോ ഇതിൽ നിന്നാണ്? ഈ തുമ്പിൽ നിന്ന് വേണം നമ്മൾ 1.5 മാർക്ക് ചെയ്യാൻ. അത് പ്രത്യേകം ഓർക്കണം. 1.5 ഇവിടെ മാർക്ക് ചെയ്തു, മാർക്ക് ചെയ്തു. 4 ഇഞ്ച് നമ്മൾ 4.25 വരെ ആയാലും കുഴപ്പമില്ല. അത് പ്രത്യേകം ഓർത്തോണം. ഇങ്ങനെ നമ്മൾ വെട്ടുമ്പോൾ അത്യാവശ്യം തുണി കുറവാണെങ്കിലും നമുക്ക് സപ്ലൈ പീസ് കിട്ടാനുള്ള എല്ലാവിധ മാർഗവും ഉണ്ട്. ഇപ്പം ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. അങ്ങനെ മാർക്ക് ചെയ്തു. ഇതുപോലെ തന്നെ കയറ്റിയിടണം. ഒരു കാരണവശാലും അത് വ്യത്യാസം വരില്ല. ഇനി നമ്മൾ 4 ഇഞ്ച് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തു. സ്കെയിൽ വെച്ച് 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ നോക്കണം. നമ്മൾ 2.25 ഇട്ട 3 ഇഞ്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ വൈകിട്ട് നോക്കണം. 1/2 ഇഞ്ച് ഇവിടെ തുമ്പും തമ്മിട്ട് 6.5 നമ്മൾ മാർക്ക് ചെയ്യണം. 6 ഇഞ്ച് നമുക്ക് തീർന്ന് കിട്ടണം. സ്ക്വയർ വരച്ചു. ഇതും ഇങ്ങനെ റൗണ്ട് വരച്ച് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നെക്ക് ടൈറ്റ് കിട്ടുന്നില്ല, ചുളിവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് പ്രത്യേകം ഒരു ടെക്നിക്കലായിട്ട് കൊടുക്കണം. അതായത് ഉണ്ടോ, ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങനെ എടുത്ത് ബാഗി വിടണം. 1/2 ഇഞ്ച് ഇട്ട് കഴിയുമ്പം അതിവിടെ തുമ്പ് പിടിക്കുമ്പം അത് ഓക്കെ ആയി. ഇങ്ങനെ ഷേപ്പായിട്ട് ഇങ്ങനെ 1/2 ഇഞ്ച് ഈ ഭാഗത്ത് 1/2 ഇഞ്ച് ഇല്ലേ 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ഈ ഭാഗത്ത്. അത് പ്രത്യേകം നിങ്ങൾ ഈ റെയർ മെഷർമെൻറ്റിന് മാത്രം കൂടെ നമ്മളോട് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നവർക്ക് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഷേപ്പ് ഇതാ ഇങ്ങനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ പ്രത്യേകം നമുക്കവിടെ ഷോൾഡർ അങ്ങനെ അരേഞ്ച് എടുത്ത് വെട്ടുമ്പം വെട്ടി എന്നറിയുകയും ചെയ്യില്ല, എന്നാൽ വെട്ടുകയും ചെയ്യണം. കാരണം അതുപോലെ ഒരു നോർമലിൽ ആ ഷേപ്പ് ഒരു റൗണ്ടിൽ എടുത്ത് കളയണം. ഇനി ഇവിടെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ വര കൊടുത്തു. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നമുക്കങ്ങ് വെട്ടാം. ഫ്രണ്ട് വെക്കിട്ടുമ്പോൾ നല്ല റൗണ്ടിൽ വെട്ടണം. നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ ഷേപ്പ് എടുത്ത് അതിങ്ങനെ നേരെ വേണം. അപ്പം ഒരു പക്ഷേ നമ്മൾ കട്ടിങ് കാണുമ്പോൾ ആ ചെറിയ ഓവലിൽ എടുത്ത കാര്യം കട്ടിങ് കണ്ടാൽ നമുക്ക് തോന്നുക പോലും ചെയ്യല്. അതുപോലെ എടുക്കണം.
ഇപ്പോൾ നമ്മൾ ബാക്ക് ബേസ് ഇട്ട് ഫ്രണ്ട് വെട്ടി. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റാം. ഇനി നമുക്ക് കൈ വെട്ടുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ബാക്ക് ബേസ് നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റി ഫ്രണ്ട് ബേസിൻ്റെ ഇതിലേക്ക് പോകാം. അപ്പോൾ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് നിന്നും 1/2 ഇഞ്ച് മാറ്റി ടേപ്പ് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിന്നും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ തുമ്പിൽ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ മാറ്റിയിട്ടാണ് നമ്മൾ 10.5 ഇഞ്ച് ഡാട്ട് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ 10.5 മാർക്ക് ചെയ്തു, 10.5 ഇങ്ങനെ മാർക്ക്. എന്നിട്ട് ഇത് നേരെ താഴോട്ട് ഇവിടുന്ന് ഒരു വര വരയ്ക്കണം. വരച്ചിട്ട് 3/4 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് കൊടുത്ത് ഇതാണ് നമ്മുടെ ബെൽറ്റ് പീസ്. ബെൽറ്റ് പീസ് നമ്മൾ ആദ്യമേ വെട്ടുന്നു. വെട്ടി 1/2 ഇഞ്ച് ഇവിടെ ഷേപ്പ് കൊടുക്കുന്നു. നമ്മൾ ഇടുപ്പ് വണ്ണം 30 ആണെങ്കിൽ അതിൻ്റെ 4/1 7.5 മാർക്ക് ചെയ്യുന്നു. 1.25 തയ്യൽ തുമ്പും കൊടുക്കുന്നു. എന്നിട്ട് ഇത് ശരിക്കും ഒരു ക്രോസിൽ തന്നെ വെട്ടണം. കാരണം ഫ്രണ്ട് നമ്മൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഇത് കുറയാൻ പാടില്ല. ഇങ്ങനെ തന്നെ വരച്ച് തന്നെ നിങ്ങൾ വെട്ടണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് 4 ഇഞ്ച് പ്രത്യേകം ഈ നെക്ക് ചുളിവുള്ളവർക്ക് ഒരിക്കലും നമ്മൾ മറന്നു പോകില്ല. 4 ഇഞ്ച് പടിപ്പീസ് എടുത്തു കൊടുക്കും. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ നെക്കിൻ്റെ ആ ചുളിവും പിന്നെ ടൈറ്റ് ഇല്ലെന്ന് പറയുന്നതും കൃത്യമായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതെടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ടൈറ്റ് ചെയ്ത് നമുക്ക് പിടിച്ചു നിർത്തും. അപ്പോൾ ഈ 4 ഇഞ്ച് എന്നുള്ള കാര്യം ഒരു കാരണവശാലും മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് വരാം. അപ്പോൾ 3 ഇഞ്ചാണ് ഡാട്ടിൻ്റെ വിത്ത്. 1.5 ഇവിടുന്ന് 1.5 ഇത് രണ്ടും മാർക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് തന്നെ വരയ്ക്കണം. വരച്ച് തന്നെ വെട്ടണം കേട്ടോ. അങ്ങനെ വെട്ടിപ്പിടിക്കാവുള്ളൂ. ഇനി 3/4 ഇഞ്ച് ഈ ഭാഗത്ത് 3/4 ഇഞ്ച് ഇങ്ങനെ എടുത്ത് വേണം. 2 ഭാഗങ്ങളിലും 3/4 ഇഞ്ച് ഇങ്ങനെ എടുത്ത് വേണം. ഇവിടുന്ന് 3/4 പോകുന്നു, ഇവിടുന്ന് 3/4 പോകുന്നു. ഒപ്പം തന്നെ ഫ്രണ്ട് പീസ് നമുക്ക് ഒരു ഷേപ്പായി. ഇനി ഈ ഭാഗത്ത് നമ്മൾ 3.5 ഇഞ്ച് 3.25 ഇഞ്ച് 1/2 ഇഞ്ച് കയറി നിൽക്കുന്നത് കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഓക്കെ. 1.25 ഇഞ്ച് ഇവിടെ താത്തിട്ട് കറക്റ്റ് നമുക്ക് കുഴിച്ചു വെട്ടണം. ഒന്നേകാൽ ഇഞ്ച് ഡിഫറൻസിൽ നിൽക്കുന്ന പോലെ ശ്രീകാൾ ഡാട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. 1/4 ഇഞ്ച് ഇവിടെ ഷേപ്പ് എടുത്തതാണ്. നെക്ക് ഒന്നും കൂടെ നമുക്ക് ടൈറ്റ് കിട്ടാൻ. ഇനി ഞാനൊരു പ്രധാന കാര്യം കാണിച്ചു തരികയാണ്. ഈ ഡാട്ട് മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ ഒരു മാർക്ക് കൊടുത്തോ. ഇവിടെ നമ്മൾ സാധാരണ ബെൽറ്റ് പീസ് വെട്ടുമ്പോൾ 4, 4.25, 4.5 വെട്ടാറുണ്ട്. ഇതിന് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഡാട്ട് പിടിച്ച് നമുക്ക് ഡാട്ട് പിടിക്കാം. നമ്മൾ 1/4 ഇഞ്ച് നമ്മൾ കുറയ്ക്കുമ്പോൾ 1/4 ഇഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് കൂടുതൽ കിട്ടും. ഈ ഫ്രണ്ട് പീസ് കൂടുതൽ കിട്ടും സാധാരണ ഇതിൽ നിന്നും. അപ്പോൾ ബെൽറ്റ് പീസ് 1/4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 1/4 ഇഞ്ച് മൊത്തത്തിൽ ഫ്രണ്ട് പീസ് താഴോട്ട് കൂടും. കൂടിക്കഴിയുമ്പോൾ ഈ ഫ്രണ്ട് പീസ് ഡാട്ട് പിടിക്കുമ്പോൾ ഒരു വളവ് വരും. ഇങ്ങനെ മനസ്സിലായോ? നമ്മൾ ഡാട്ട് ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത്. പിടിച്ച് കഴിയുമ്പോൾ
ഈ ഡാർട്ടിൻ്റെ പിടിച്ച് കഴിഞ്ഞ് ഫ്രണ്ട് പീസ് ഇങ്ങനെ പൊങ്ങുമ്പോൾ ഈ ഫ്രണ്ട് പീസ് ഈ ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് താഴും. ഇങ്ങനെ 4 ഇഞ്ച് കണക്കിൽ നിന്നും താഴുമ്പോൾ ഈ സൈഡ് പൊങ്ങുമ്പം ഈ ഭാഗത്ത് നമുക്ക് ലൂസ് വരുന്നത്, നെക്കിൻ്റെ ഈ ഭാഗത്ത് ലൂസ് വരുന്നത്, നമുക്കൊരു ടൈറ്റ് ഇവിടെ പിടുത്തം വരും. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഫ്രണ്ട് നെക്ക് ചുളിയുന്നു എന്ന് പറയുന്നവർക്കും കൈവശം ഫ്രണ്ട് നെക്ക് മാത്രം ചുളിയുന്നു എന്ന് പറയുന്നവർക്ക് ബാക്ക് സൈഡ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കൈയുടെ ഭാഗം മാത്രം പറഞ്ഞാൽ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ തന്നെ 4 ഇഞ്ചിൽ കൂടുതൽ ബെൽറ്റ് കൊടുക്കാത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പീസ് കൂടുതൽ വരുമ്പോൾ ഫ്രണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഭാഗത്ത് കപ്പ് സൈസ് ഇങ്ങനെ പൊങ്ങുമ്പോൾ ഇവിടെ പിടുത്തം വരുമ്പോൾ ഈ ചുളിവ് ഈ ഭാഗങ്ങളിലേക്ക് വലിച്ചു നിർത്തും. ഒന്ന്. രണ്ടാമത് നമ്മൾ ബോഡി ലൂസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ലൂസ് കൊടുക്കരുത്, കറക്റ്റായിട്ട് തന്നെ നിർത്തണം. അപ്പോൾ പടിപ്പീസ് വിട്ടുന്ന കാര്യം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അത് പ്രത്യേകം ഓർക്കുക. 4 ഇഞ്ച് കൂടുതൽ കൊടുക്കണ്ട. അപ്പോൾ 3.5 ഇഞ്ച് എല്ലാ ഭാഗത്തും തീർന്ന് കിട്ടും. 1/2 ഇഞ്ച് ബെൽറ്റ് നമ്മൾ കുറയ്ക്കുമ്പോൾ 1/2 ഇഞ്ച് ഫ്രണ്ട് കൂടുമ്പോൾ ഫ്രണ്ടിൻ്റെ ഡാർട്ട് പിടിക്കുമ്പോൾ ഈ ഭാഗത്ത് പിടുത്തം വരുമ്പോൾ ഈ ചുളിവ് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നിവിടെ വലിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ചുളിവ് ഒഴിവായി കിട്ടും. ആ കാര്യം പ്രത്യേകം ഓർത്തോണം. ഓക്കെ, ഇനി നമുക്ക് കൈ വെട്ടുന്ന ഭാഗങ്ങളിലേക്ക് പോകാം. അപ്പോൾ കൈ നമ്മൾ വെട്ടുന്നത് ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങനെ മാർക്ക് ചെയ്യും. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണെങ്കിൽ നമുക്ക് 8 ഇഞ്ചാണ് കൈ തീർന്ന് കിട്ടുന്നത്. 36-ന് 4-1 1 ഇഞ്ച് കുറച്ചിട്ടാണ് കിട്ടേണ്ടത്. 9 ഇഞ്ച് കൈ നീളം മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് ഹെമ്മിങ്ങിന് കൊടുത്തു. കൈയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടെ കൈ വെട്ടുമ്പോൾ പറഞ്ഞുതരാം. 4 ഇഞ്ച് നമ്മൾ കൈ കുഴിച്ച് വെട്ടാനായിട്ട് വെട്ടും. ഞാൻ മാർക്ക് ചെയ്യാം. 11 ഇഞ്ച് താഴത്തെ ലൂസ് 5.5 11. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ നോക്കും, 8 ഇഞ്ച് നമുക്ക് തീർന്ന് കിട്ടുന്നുണ്ടോ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് തള്ളി ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മളിതാ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഈ കൈയുടെ സെൻറ്റർ പോർഷൻ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ കൈ ചുളിയുന്നു എന്ന് പറയുന്ന റയർ മെഷർമെൻ്റ് ഉള്ളവർക്കാണ് നമ്മൾ കൈ വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത്. നമ്മളിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഷോൾഡറിൻ്റെ ഇവിടെ കൊടുത്തിട്ട് ഈ ബാക്ക് പീസ് ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് നോക്കണം, ഇങ്ങനെ വലിച്ച് ഇങ്ങനെ നമ്മൾ വെക്കും. ഇതിപ്പോൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. കൃത്യമായിട്ട് തന്നെ നമുക്ക് കൈ വന്നിട്ടുണ്ട്. കൈ വരുമ്പോൾ നമ്മൾ കൈക്കുഴി ആദ്യം വെട്ടിപ്പോൾ കൈക്കുഴിയുടെ സെൻട്രൽ നിന്നാണ് ഈ വളവ് പോയത്. അവർക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് കേൾക്കുക. കൈക്കുഴി നമ്മൾ ആദ്യം വെട്ടിയപ്പോൾ കൈക്കുഴിയുടെ സെൻട്രൽ നിന്നാണ് ഈ വളവ് പോയത്. തുടക്കം കുറിച്ച് കൈക്കുഴിയുടെ ആ കുഴിവ് തുടക്കം കുറിച്ച്, എന്നിട്ട് നമ്മൾ ഈ സെൻറ്ററിലോട്ടും കൊള്ളിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ? വയ്ക്കാം. അപ്പോൾ അത് തുല്യമായിട്ട് തന്നെ പോകണം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് ഈ കൈക്കുഴിയുടെ ഈ സെൻറ്റർ മാർക്ക് ചെയ്യണം. ഇവിടെ കൈയുടെ അവിടുന്നേ ഉള്ളൂ റൗണ്ട് പോകാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു കാരണവശാലും കൈയുടെ ചുളിവ് പിടിച്ച് നമുക്ക് ചുളിയാനുള്ള സാധ്യത 100% നമുക്ക് ഒഴിവാക്കാം. ഒന്നും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. കൈക്കുഴിയുടെ സെൻട്രലിൽ നിന്നാണ് നമ്മുടെ വളവ് തുടങ്ങിയത്. പിന്നെ ലൂസ് ഇറ്റിൻ്റെ സെൻട്രലിൽ നിന്നാണ് ഈ വളവ് പോയി നമ്മൾ മുട്ടിച്ച് പോയത്. അപ്പോൾ എന്ത് ചെയ്യണം? ബാക്ക് പീസ് ഇങ്ങനെ ഇട്ടിട്ട് ഈ കൈക്കുഴിയുടെ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്നേ ഉള്ളൂ നമ്മുടെ കൈയുടെ റൗണ്ട് കൊടുക്കാവുള്ളൂ. അതാണ് കൈയുടെ സെൻറ്റർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അങ്ങനെ സംശയം തോന്നിയാൽ നിങ്ങളൊരു കാര്യം ചെയ്യാൽ മതി. ആ കൈക്കുഴി ഇട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വര കൊടുക്കും. ഇവിടുന്നേ ഉള്ളൂ നമ്മുടെ വളവ് വെട്ടുമ്പോൾ തിരിഞ്ഞു പോകാവുള്ളൂ. ഇതുണ്ട്, ഇങ്ങനെ വെട്ടി കറക്റ്റാണ്. ഈ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ
മറന്നു പോകാതെ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കൈയുടെ ഫ്രണ്ട് എടുത്ത് വെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം ബാക്ക് പീസ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ച് ഇങ്ങനെ തന്നെ ഇവിടെ വന്നോളും. പിന്നെ ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്ന കാര്യം നമ്മൾ 1.25 ഇഞ്ച് ഇവിടുന്ന് തള്ളി 2.25 ഇഞ്ച് ഇവിടുന്ന് തള്ളിയിട്ട് ഈ 1.25 ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് 3/4 ഇഞ്ച് വരുന്നവരെ വെട്ടാവുള്ളൂ. ഈ ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടുന്നത് നമ്മൾ കൂടിയെങ്കിൽ കൈയുടെ സെൻറ്റർ തിരിഞ്ഞു പോകുമ്പോൾ ബാഗിലെ ചുളിവ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? ഞാൻ വിട്ടു. ഞാൻ പറഞ്ഞത് കൈ ഇങ്ങനെ ഇട്ടു, കൈ ഇടുമ്പോൾ ഈ ഫ്രണ്ട് നമ്മൾ എടുത്ത് വെട്ടുന്നില്ലേ, ഈ ഫ്രണ്ട് കൈയുടെ എടുത്ത് കുഴിച്ച് വെട്ടുമ്പോൾ അത് കൂടിപ്പോയാൽ ഈ കൈയുടെ സെൻറ്റർ പിരിഞ്ഞു പോകും. ഇങ്ങനെ അത് 3/4 ഇഞ്ചിൽ ഒരിക്കലും കൂടാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ 3-5 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു. അവ കാര്യങ്ങളെല്ലാം നിങ്ങൾ റെയർ മെഷർമെൻറ്റുകാർക്ക് പരീക്ഷിച്ച് നോക്കണം. അത് 100% ഞാൻ നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് കണ്ട പല കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത്. സമയം കുറവാണ്, ആ കുറവുള്ള സമയത്താണ് നിങ്ങൾക്കിത് വെട്ടി കാണിച്ചു തരുന്നത്. അപ്പം വീഡിയോ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഓൾ ബട്ടൺ അമക്കണം, എങ്കിലേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓരോ ഇതും നിങ്ങൾക്ക് കിട്ടുന്ന സമയത്താണ് ഈ വീഡിയോ ഇടുന്നത്. വളരെ സീരിയസ് ആയിട്ട് കാണുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യണം. ഇതെല്ലാം കണ്ടിട്ട് നല്ല നല്ല ടൈലറായി മാറാനായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു. വീഡിയോയിൽ ഇടയ്ക്കൊക്കെ തുണി തിരിഞ്ഞു മറിഞ്ഞു വിടുന്നിടത്തൊക്കെ ക്യാമറ കുറച്ച് ഇതായി പോയിട്ടുണ്ട്. ഹൃദയം ക്ഷമിച്ച് തന്നെ കാണുക. സംശയം തോന്നിയാൽ ആവർത്തിച്ച് തന്നെ കാണുക. പിന്നെ കമൻ്റ് ഇട്ടാൽ മതി. ഒരിക്കൽ കൂടി ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.